Praise the Lord. I greet all of you this morning in the most precious name of our Lord and our Savior Jesus Christ. യേശു കർത്താവിന്റെ വന്യ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. It is such a joy to be in the presence of the living God. ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറിയ സന്തോഷത്തിന്റെ കാരണമാണ്. And I thank God for His presence in our midst. നമ്മുടെ നടുവിലുള്ള ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. I was thinking about what I should preach this morning to the church. ഇന്ന് ദൈവസഭയോട് എന്ത് സംസാരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥനയിൽ ജാഗരിക്കുകയായിരുന്നു. So one thing that the Lord put in my heart, and probably that is what the Lord wants to speak to the church, is about spiritual warfare. ഇന്ന് കർത്താവ് സംസാരിക്കുവാൻ എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൂത് ആത്മിക യുദ്ധത്തെക്കുറിച്ചാണ്. I am observing the church since I came here and the way that the Lord is leading the church. ദൈവസഭയെ കർത്താവ് നയിക്കുന്ന വഴികളും ദൈവസഭയുടെ കാര്യങ്ങളെ ഞാൻ വന്ന സമയം മുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. And I want to tell to the church that we are moving ahead as per God's plan and purpose. ദൈവത്തിന്റെ പദ്ധതിയിലാണ് നാം സഞ്ചരിക്കുന്നത് എന്ന് ദൈവസഭയ്ക്ക് ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. So this understanding every believer of the church should have. ദൈവസഭയിലെ ഓരോ വിശ്വാസിക്കും ഈ ബോധ്യം ആവശ്യമാണ്. If we do not have this understanding, then we can probably or perhaps miss God's plan in our life. ദൈവസഭയെക്കുറിച്ചുള്ള ഈ ദർശനവും വ്യക്തമായ ബോധ്യം നമുക്കില്ലെങ്കിൽ ദൈവ പദ്ധതിയിൽ നിന്ന് നാം വഴിവിട്ടു പോകുവാൻ സാധ്യതയുണ്ട്. The convention that was conducted at Pathanamthitta town, പത്തനംതിട്ട ടൗണിൽ നടന്ന കൺവെൻഷൻ, and also the convention that is going to be held this week at Tiruvalla town. തിരുവല്ല ടൗണിൽ നടക്കാൻ പോകുന്ന ഈ ആഴ്ചത്തെ കൺവെൻഷൻ, These things are very important. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആത്മിക ശുശ്രൂഷകളാണ്. And if we need to understand that we are moving ahead into a spiritual battle. ഒരു ആത്മിക യുദ്ധക്കളത്തിലാണ് നാം മുന്നേറുന്നത്. Sometimes we may think that these things are very normal and very casual. ഇത് വളരെ സാധാരണമായി ലാഘവമായി ഒക്കെ എടുക്കുവാൻ നമുക്ക് സാധ്യതയുണ്ട്. We may think that it's just like any other meetings or any other conventions. മറ്റേത് കൺവെൻഷനെ പോലുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് നാം ഇതിനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. Probably this type of attitude comes into us because we see around us a lot of meetings and conventions going on. പല പരിപാടികൾ, പല കൺവെൻഷനുകൾ നമ്മുടെ ചുറ്റും ഈ ദേശത്ത് നടക്കുന്നതുകൊണ്ട് അതിൽ ഒരു കൺവെൻഷനെ പോലെയാണ് നമ്മുടെ കൺവെൻഷൻ നാം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. But in my spirit, I was understanding that the timing of these conventions and the way it is happening, I can clearly see that we are into a spiritual battle. എനിക്ക് എൻ്റെ ആത്മാവിൽ ഇത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇത് വെറും ഒരു യോഗമല്ല, ഇതൊരു ആത്മിക യുദ്ധത്തിന്റെ മുന്നേറ്റമാണ്. ദൈവസഭ മുന്നേറുകയാണ്. That's why the enemy would be mad at us. അതുകൊണ്ട് ശത്രു വളരെ പരമാവധി നമ്മളെ തകർക്കുവാനുള്ള ശ്രമങ്ങളിലാണ്. Especially those who are in the front line of these meetings, the enemy would try to attack them. ഈ ശുശ്രൂഷയുടെ മുൻപന്തിയിൽ നിൽക്കുന്നവരെ വളരെ ശക്തമായി ശത്രു തകർക്കുവാൻ ശ്രമിക്കും. And what the church has to do in this most important time is to stand and support and to pray. ഈ സമയത്ത് ദൈവസഭ അടിയന്തരമായി ചെയ്യേണ്ടത് ഉറച്ചു നിന്ന് പ്രാർത്ഥനയിൽ മുന്നേറുക. Let us read from a text, Romans chapter 16 verses 19 and 20. റോമാലേഖനം 16-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. The Lord put this text in my heart as I want to share a few things about spiritual warfare this morning. ആത്മിക യുദ്ധത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെട്ടപ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഈ വേദഭാഗമാണ് ഓർപ്പിച്ചുണർത്തിയത്. Many years back, when I came to attend one meeting in Tiruvalla town. തിരുവല്ല ടൗണിൽ അനേക വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു കൂട്ടായ്മ പങ്കെടുക്കുവാൻ വന്നപ്പോൾ, so a big meeting was going on, and coincidentally
because I was here, I went to attend that meeting. ഒരു വലിയ വിപുലമായ യോഗം നടക്കുകയാണ്. ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൽ പങ്കെടുക്കുവാൻ കാരണമായി. We need to have a clear understanding about what spiritual warfare is. ആത്മീയ യുദ്ധം എന്താണെന്ന് നമ്മൾ എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കണം. Many a times, many things that we have learned or we have understood or we are seeing, that may not be the spiritual warfare what the Bible is telling us. നമ്മൾ ആത്മീയ യുദ്ധം എന്ന് കേട്ട് പഠിച്ചത്, കണ്ടു പഠിച്ചത്, ആത്മീയ ഗോളം നമുക്ക് പഠിപ്പിച്ചു തന്ന പലതും ആശയമായി നമ്മുടെ മനസ്സിലുണ്ട്. അതായിരിക്കണമെന്നില്ല ആത്മീയ യുദ്ധം. So if we believe some wrong things which are not supported by the Bible, which is not supported by the word of God, and we move in that understanding, probably we would be absolutely ineffective in spiritual battle. ആത്മീയ യുദ്ധത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നിമിത്തം നാം തെറ്റായ ദിശയിൽ സഞ്ചരിച്ചാൽ നമ്മൾ ആത്മീയ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകും. In the early years of my Christian life, my understanding about spiritual battle and spiritual warfare was what I saw, what I learned from the Pentecostals around me. ഞാൻ ചുറ്റുമുള്ള പെന്തക്കോസ്തുകാരിൽ നിന്ന് പഠിച്ച ചില ആശയങ്ങളാണ് ആത്മീയ യുദ്ധത്തെ കുറിച്ച് എൻ്റെ ആരംഭകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. And because of that, I built up a very wrong notion or a very wrong understanding about spiritual battle which is not supported by the word of God. ദൈവവചനത്തിന് അടിസ്ഥാനമില്ലാത്ത ഒരു തെറ്റായ ആശയം ആത്മീയ യുദ്ധത്തെ കുറിച്ച് എൻ്റെ മനസ്സിൽ സംജാതമായി. Dear brothers and sisters, this is very important as the church is moving ahead in God's purpose and God's plan. ദൈവിക പദ്ധതിയിൽ സഭ മുന്നേറുമ്പോൾ ഈ കാര്യം അതിപ്രധാനമായ കാര്യമാണ്. So 2 events I am going to present before you, real life stories I am going to present before you, and I want to pose this question before you, whether this is really a spiritual warfare. രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇതാണോ ആത്മീയ യുദ്ധം? I don't need an answer from you, but I just want to pose that question and move ahead. നിങ്ങൾ ഉത്തരം ഇവിടെ പറയണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ മുൻപിൽ ഈ വിഷയം മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ ഈ രണ്ട് സംഭവങ്ങൾ പറയുകയാണ്. So as a Christian, as I was putting my steps of faith and moving ahead, I got this opportunity to come here and to attend a big mega convention. ഒരു വലിയ ക്രൂസൈഡ്, ഒരു കൺവെൻഷൻ ഈ തിരുവല്ല പട്ടണത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്യാൻ ഇടയായി തീർന്നു. So during those days, any man of God coming to the stage, I used to see them as angels of God. ഏതെങ്കിലും ദൈവ മനുഷ്യൻ സ്റ്റേജിൽ കയറി നിന്നാൽ ഞാൻ ദൈവദൂതനെ പോലെ കണ്ട ഒരു സമയമുണ്ട്. So whatever they speak, that was accepted and that was believed as the ultimate truth. അവർ എന്ത് പറഞ്ഞാലും അത് ആത്യന്തിക സത്യമാണ് ഞാൻ ചിന്തിച്ച ഒരു കാലമുണ്ട്. Probably because like you had not grown up in faith, you were not matured, you were not aware of the word of God. ദൈവവചനം അറിയാത്തത് കൊണ്ടും ആത്മീയ പക്വത ഇല്ലാത്തത് കൊണ്ടും അങ്ങനെയായിരുന്നു ഞാൻ അന്ന് ശുശ്രൂഷകൾ ഏറ്റെടുത്തത്. So this man of God, when he came to preach, in the beginning of his session he spoke like this. ഈ പ്രസംഗത്തിന് കയറി വന്ന മനുഷ്യൻ മുൻപിൽ നിന്ന് ആദ്യം തുടങ്ങുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്. He said that when he landed in Tiruvalla town, താൻ തിരുവല്ല പട്ടണത്തിൽ വന്നപ്പോൾ, as he landed in Tiruvalla town, suddenly a big giant like figure appeared before him. തന്റെ മുൻപിൽ വലിയൊരു അജാനബാഹുവായ വ്യക്തി പ്രത്യക്ഷപ്പെട്ടു. And this giant like figure was the spirit that was controlling that place or that town. ഈ വലിയ മനുഷ്യനാണ് തിരുവല്ലയെ നിയന്ത്രിക്കുന്ന മനുഷ്യൻ. And there was a spiritual combat or a spiritual warfare between this person and this giant like figure that he was telling that he was seeing before ഈ him. പ്രസംഗത്തിന് വരുന്നതിന് മുൻപ് തിരുവല്ലയിൽ താൻ ലാൻഡ് ചെയ്ത നിമിഷം മുതൽ താൻ കണ്ട ഈ മല്ലനായ വ്യക്തിയുമായി യുദ്ധം കഴിഞ്ഞിട്ട് വരികയാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. So as a very innocent person, I was so much into that message, listening to this mystic things of the spiritual world, and probably trying to open my eyes if I could see any spiritual being like that. ഇങ്ങനെ വലിയൊരു അജാനബാഹുവായ ആത്മജീവിയെ, അശരീരിയെ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ച് ഈ മനുഷ്യൻ പ്രസംഗിക്കുന്ന ഓരോ വാക്കുകളും ഞാൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു. So everywhere I used to expect that
that I would also see such spiritual beings while walking on the road or sitting in my room, so that I could also fight with those spiritual beings. ഇങ്ങനെ ഒരു മല്ലനെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശക്തിശാലിയായ ആത്മരൂപിയായ പൈശാചിക വ്യക്തിയെ കാണാമെന്ന് ഞാനും പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നടക്കുമായിരുന്നു. So this man of God, probably a very young person, ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ, he said that he bound that spiritual power. ഈ ബലവാനെ ഞാൻ കെട്ടിയിട്ടാണ് ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നതെന്ന് ആ മനുഷ്യൻ അവകാശപ്പെട്ടു. And then he said that after binding that spiritual power, I have come here to preach. ആ ബലവാനെ കെട്ടിയിട്ടാണ് ഞാൻ പ്രസംഗിക്കാൻ വന്നതെന്ന് ആ പ്രസംഗി അവകാശപ്പെടാൻ ഇടയായി തീർന്നു. And you could imagine the entire tent was in fire. ആ മുഴുവൻ അന്തരീക്ഷവും ആ മുഴുവൻ ടെന്റും വലിയ ആത്മാനുഭൂതി പോലുള്ള അനുഭവത്തിലായി തീർന്നു. Everybody was jumping and clapping, and I also was clapping because he was talking about spiritual things that we were not able to ഞങ്ങൾക്കറിയാത്ത understand. ഒരു ആത്മമണ്ഡലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ബലവാനെ കെട്ടി അവന്റെ കോപ്പ് കവരുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് ഞാൻ അവകാശപ്പെട്ടപ്പോൾ ഞാൻ പോലും അതിനോട് വികാരത്തിൽ പ്രതികരിച്ചു പോയി. So I used to look at this young boy as if he is such a powerful anointed apostle of God. ഈ ചെറുപ്പക്കാരൻ വലിയൊരു അപ്പോസ്തലനാണെന്നും വലിയ അഭിഷക്തനാണെന്നും ഞാനന്ന് ചിന്തിക്കാൻ And ഇടയായി. then I used to think, God, when I am going to get such powers, ഇങ്ങനെയുള്ള ശക്തി, ഇങ്ങനെയുള്ള ബലവാനുമായി യുദ്ധം ചെയ്യുവാൻ എനിക്കെന്ന് കഴിയുമെന്ന് ഞാൻ that ചിന്തിക്കാറുണ്ട്. I may be also able to minister and to serve you like this. ഇതുപോലെ എനിക്ക് ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. Another incident I want to put before you. മറ്റൊരു സംഭവം ഞാൻ വേഗം പറയട്ടെ. Many years back, when a man of God went to preach somewhere, അനേക വർഷം മുൻപ് ഒരു പ്രസംഗി മറ്റൊരു ദേശത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ he was living in a hotel room. താൻ ഒരു ഹോട്ടലിൽ പാർക്കുകയാ. So he said like this, this is written in a book. He said like this, as he entered into the hotel room. ഈ ഹോട്ടൽ മുറിയിൽ താൻ കടന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. Probably he sensed demons all around. അവിടെ മൊത്തം പൈശാചിക വ്യാപാരമുണ്ടെന്ന് എനിക്ക് തോന്നി. And then he sanctified or spiritually cleansed that room. ആ മുറിയെ മൊത്തം ആത്മീയമായി താൻ ശുദ്ധീകരിച്ചു. And then he bound the demons and the powers of darkness inside that room. ആ ഹോട്ടൽ മുറിക്കുള്ളിലുള്ള പിശാചിനെ താൻ ബന്ധിച്ച് കെട്ടിയിട്ടു. So that when he sleeps, the demon at night would not pounce upon him and harass him. രാത്രി താൻ ഉറങ്ങുമ്പോൾ തന്നെ ശല്യപ്പെടുത്താതിരിക്കാൻ ആ പിശാചിനെ ബന്ധിച്ചു വെച്ചു. Dear men and women of God, ദൈവദാസീദാസന്മാരെ, my question before you as a church this morning is ഈ that പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപിലുള്ള എന്റെ ചോദ്യം വളരെ ലളിതമാണ്. two events I said these are real life stories. ഇത് യഥാർത്ഥമായി സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ രണ്ട് സംഭവങ്ങൾ. These are only an iceberg of what's happening in the Pentecostal realm. ഇന്നത്തെ ആത്മീയ സമൂഹത്തിൽ ആത്മീയ യുദ്ധത്തിന്റെ പേരിൽ പറഞ്ഞൊപ്പിക്കുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. What are these incidents? Are they really spiritual warfare or spiritual battle as per the written word of God? എഴുതപ്പെട്ട ദൈവവചനത്തിന്റെ ആധാരത്തിൽ ഞാൻ പറഞ്ഞ സംഭവങ്ങൾ ആത്മീയ യുദ്ധമാണോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. Probably there might be many confusions in your mind. നിങ്ങളുടെ മനസ്സിൽ ആത്മീയ യുദ്ധത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചും തെറ്റിദ്ധാരണകൾ പലതുണ്ടായിരിക്കാം. And if somebody comes and tells you this type of things, you may believe that, or at least the members of your family would believe all these things. ഇങ്ങനെയുള്ള വിചിത്രമായ കാര്യങ്ങൾ നിങ്ങളെ വന്ന് ഒരാൾ പറഞ്ഞു ധരിപ്പിച്ചാൽ നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളയാൾ പെട്ടെന്ന് അത് വിശ്വസിച്ച് ഏറ്റെടുത്തെന്നിരിക്കും. If somebody says that somebody has done a witchcraft against you, though you are a believer, though you are born again, though you are baptized, though you are coming to the church, though you are praying, though you are listening to the word of God, immediately fear comes in your heart. നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയുകയാണ് നിങ്ങൾക്കെതിരെ ഒരാൾ കൂടോത്രം ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവവിധയിലാണ്, കൂട്ടായ്മയിൽ വരുന്നു, ദൈവവചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഒരു പേടി എന്താ തോന്നുന്നത്? Despite of all these things, despite of the fact that we know the word of God, the enemy has put a type of fear in our hearts that we believe all this nonsense. നമ്മൾ ഈ വിവരക്കേടുകളൊക്കെ വിശ്വസിക്കുന്നത് ശത്രു നമ്മുടെ ഉള്ളിൽ പാകുന്ന ഭയങ്ങളാണ്. ആത്മീയ യുദ്ധത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചുമുള്ള അറിവില്ലായ്മ നിമിത്തം നമ്മളെ പിശാച് പലപ്പോഴും ഭയത്തിന് ബന്ധിക്കിട്ടേക്കുക. And I want to tell to the church that a lot of such things are around us
in the soil of Kerala. കേരളത്തിന്റെ മണ്ണിൽ നാം പാർക്കുന്ന നാടുകളിലൊക്കെ ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളും ദൈവവചന വിരുദ്ധമായ സങ്കല്പങ്ങളും മനുഷ്യരെ ആത്മീയമായി ബന്ധിക്കുകയാണ്. Lot of wrong teachings, wrong beliefs that have no base in the word of God. ദൈവവചനത്തിൽ ഒരു അടിസ്ഥാനവും അടിത്തറയുമില്ലാത്ത ദുരുപദേശങ്ങളും ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു കവിയുകയാണ്. Now I want to take you to the Bible. ഞാൻ നിങ്ങളെ ദൈവവചനത്തിലേക്ക് കൊണ്ടുപോകാം. Let us turn to the book of Genesis. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. Let us turn to the book of Genesis, which is the genesis of so many things. ഉൽപ്പത്തി പുസ്തകം പലതിന്റെയും ഉൽപ്പത്തിയായ ഈ പുസ്തകത്തിൽ ആത്മീയ യുദ്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The first 2 chapters of the book of Genesis is very exciting. ആദ്യത്തെ 2 അധ്യായങ്ങൾ വളരെ നമ്മളെ സന്തോഷിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ്. It is the history of creation. സൃഷ്ടിപ്പിന്റെ ചരിത്രമാണത്. And many a times and number of times we have gone through the scriptures and we are excited to read and to see how God created planet Earth. സൃഷ്ടിപ്പും ലോകത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഈ ചരിത്രങ്ങൾ വളരെ സന്തോഷത്തോട് കൗതുകത്തോട് നാം വായിക്കാറുണ്ട്. The Bible says that the earth was without form and void, and darkness was on the face of the deep, and the Spirit of God was hovering over the face of waters. നാം ഉൽപ്പത്തിയുടെ പ്രാരംഭവാക്യങ്ങൾ എന്താ വായിക്കുന്നത്? ഈ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, വെള്ളത്തിന്മീതെ ആത്മാവ് പരിവർത്തിച്ചു. ആത്മപ്രവൃത്തിയിൽ ഉണ്ടായ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. Then we go on reading that how God through his spoken word created the things that we are seeing around us. ഇന്ന് കാണപ്പെടുന്നത് കാണാൻ കഴിയാത്ത ദൈവവചനത്തിന്റെ ഉച്ചാരണത്താൽ എങ്ങനെ ഉത്ഭവിച്ചു എന്ന് നാം തുടർന്ന് വായിക്കുകയാണ്. But more important than that is chapter 3. അതിനേക്കാൾ വളരെ പ്രധാനമുള്ളതാണ് 3-ാം അധ്യായം എന്നതാണ് എന്റെ വിലയിരുത്തൽ. It is definitely very important to understand about the creation and how God created this earth. ഈ പ്രപഞ്ചത്തെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു എന്നും ആ സൃഷ്ടിപ്പിന്റെ ആ വിലയിരുത്തലുകൾ, ആ വിവരണങ്ങൾ വളരെ നല്ലതാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. But even more important is for us to know about the temptation and the fall of man in order to understand the spiritual battle in which we are. നാം ആയിരിക്കുന്ന ആത്മീയ യുദ്ധത്തെ തിരിച്ചറിയണമെങ്കിൽ 3-ാം അധ്യായത്തിൽ നടന്ന മനുഷ്യന്റെ വീഴ്ചയും അവിടെ ആരംഭിച്ച മനുഷ്യന്റെ അധോഗ്യതയും നാം മനസ്സിലാക്കണം. We can probably read these verses one by one, chapter 3 verses 1 to verses 5. നമ്മൾ 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാകും. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയുമരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. മതി. Now the Bible says here like this. ദൈവവചനം ഇവിടെ എന്താ പറയുന്നത്? Now the serpent was more cunning than any beast of the field which God Lord had made. കാട്ടിലുള്ള മറ്റു മൃഗങ്ങളെക്കാൾ ഈ സർപ്പം എല്ലാത്തിനേക്കാൾ ഉപായിയായ ഒരു ജീവിയായിരുന്നു. As we read through, we understand that this serpent is Satan. ഈ സർപ്പം പിശാചാണ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. And the serpent or Satan tells to the woman Eve. ഈ സർപ്പം ഹവ്വയോട് പറയുന്നത് എന്താണ്? Has God indeed said, you shall not eat of every tree of the garden? ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? Satan makes Adam and Eve or the woman doubt the very trustworthiness of God and his word. ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ സ്വഭാവത്തെയും സംശയിക്കുവാൻ പിശാച് ഇവിടെ പ്രേരിപ്പിക്കുകയാണ്. And then he offers them
or gives them an offer or allures them the benefits of charting a different course apart from God's word. ദൈവത്തിന്റെ വചനത്തിന് എതിർദിശയിലുള്ള ഒരു കാര്യത്തിലേക്ക് അവരെ തള്ളിവിട്ടുകൊണ്ട് അതിലുണ്ടാകുന്ന പ്രയോജനങ്ങൾ പിശാച് പറയുകയാ. The enemy was casting doubt in man's heart, in this woman's heart, in the heart of Adam and Eve about the very trustworthiness of God's word. ദൈവവചനത്തിന്റെ വിശ്വസ്തതയും ദൈവവചനത്തിന്റെ വിശ്വാസയോഗ്യതയും ചോദ്യം ചെയ്യുമാർ ഒരു സംശയത്തിന്റെ വിത്ത് ഹവ്വയുടെ ഉള്ളിൽ ഇവിടെ സർപ്പം പാകുകയാ. Dear men and women of God, the battle or the spiritual battlefield or the spiritual battle is when the enemy tries to cast doubt in your heart against the written or the proclaimed word of God. പറയപ്പെട്ട എഴുതപ്പെട്ട ദൈവവചനത്തിന് വിരുദ്ധമായുള്ള ചിന്തകളും സംശയങ്ങളും നമ്മുടെ മനസ്സിൽ ഇടുന്നതാണ് ആത്മിക യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം. This chapter 3 verses 1 to 5 is very important for us to understand the whole message of the scripture. ദൈവവചനത്തിന്റെ സമ്പൂർണ്ണ സന്ദേശത്തെ മനസ്സിലാക്കുവാൻ വളരെ അത്യാവശ്യമായി നാം ആദ്യം അറിയേണ്ട കാര്യമാണ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. If you probably fail to understand the significance of this chapter 3, then probably you will miss the very idea or the very plan or purpose of God's word for you. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയും ദൈവവചനത്തിന്റെ പൊരുളും നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകിയില്ല. ഉൽപ്പത്തി 3-ാം അധ്യായം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? I want you to understand that the battle has not changed since then. അന്നു മുതൽ ഇന്ന് വരെയും യുദ്ധത്തിന്റെ തന്ത്രവും രീതിയും മാറിയിട്ടില്ല. The enemy is always trying to put doubt in our heart about God's word and about the trustworthiness of God's word. ദൈവവചനത്തെക്കുറിച്ചും ദൈവവചനത്തിന്റെ വിശ്വാസയോഗ്യതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ പാകുന്നതാണ് ശത്രുവിന്റെ തന്ത്രം. The enemy's plan is to deviate us from God's word. ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് നമ്മളെ റൂട്ട് മാറ്റി വിടുന്നതാണ് ശത്രുവിന്റെ ആത്യന്തിക പദ്ധതി. The enemy is not worried if you come to the church and sing a few songs. ഈ സഭയിൽ വന്ന് 2 പാട്ട് പാടി സന്തോഷിച്ചു പോകുന്നതിൽ ദുഷ്ടൻ ഒരു പരിഭവവുമില്ല. The enemy is not worried if your name is written in the register of New Life Assemblies of God. NLG ദൈവസഭയുടെ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിലും സാത്താൻ അതിലൊരു പരിഭവവുമില്ല. The enemy is not worried even if you are praying in tongues. നിങ്ങൾ ആത്മാവിൽ അന്യഭാഷയിൽ സംസാരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശത്രുവിന് അതിൽ ഒരു നഷ്ടവുമില്ല. Enemy is not worried even if you are operating in some spiritual gifts. ഇവിടെ ചില ആത്മിക ഒരു ശുശ്രൂഷകളും കൃപാവരങ്ങളും നമ്മൾ ഇവിടെ വ്യാപാരം ചെയ്യുന്നുണ്ടെങ്കിലും സാത്താൻ അതിൽ അധികം ചഞ്ചലിക്കത്തില്ല. But the day the church puts its trust in the written word of God, the enemy is really worried about. ദൈവസഭ എഴുതപ്പെട്ട വചനത്തിന് വേണ്ടി കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് സാത്താൻ വിറയ്ക്കാൻ തുടങ്ങുന്നത്. Because from centuries old, right from the beginning, the enemy is attacking God's word and it is sowing doubt in the hearts of man about the trustworthiness of God's word. നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ദൈവവചനത്തെ വിശ്വസിക്കാമോ, ദൈവവചനത്തിന്റെ ആധികാരികതയും ദൈവവചനത്തിന്റെ വിശ്വാസയോഗ്യതയും ചോദ്യം ചെയ്യുന്നതാണ് ശത്രുവിന്റെ പദ്ധതി. Now we need to understand the significance of our church. നമ്മുടെ സഭയുടെ ആ പ്രത്യേകതയും ദൈവിക വിളിയും നാം മനസ്സിലാക്കണം. In this generation, ഈ തലമുറയിൽ it is many a times even the negative thoughts that comes in our mind, that could be a thought from the enemy to rebel against the church. ദൈവസഭയ്ക്കെതിരെ മത്സരിക്കുവാനും ദൈവിക ശുശ്രൂഷക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുവാനുമുള്ള ചിന്തകൾ, സംശയങ്ങൾ ദുഷ്ടനായവൻ നമ്മുടെ മനസ്സിൽ പാകുവാൻ വളരെ സാധ്യതയുണ്ട്. When the pure word of God comes, our duty is to submit to God's word. മായമില്ലാത്ത ദൈവവചനം നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ അതിന്റെ മുൻപിൽ നമ്മളെ താഴ്ത്തി സമർപ്പിക്കുന്നതാണ് നമ്മുടെ ദൗത്യം. Sometimes the word pricks us. ആ വചനം നമ്മളെ കുത്തും. Sometimes the word makes us uncomfortable. നമ്മളെ അസ്വസ്ഥരാക്കും ഈ വചനം. Sometimes
the word of God would be touching some area in our life that might be dark, that might be sinful. ഇരുട്ട് നിറഞ്ഞ ദൈവിക കൃപ വ്യാപരിക്കാത്ത മേഖലകളിലേക്ക് ദൈവവചനം സ്പർശിക്കുമ്പോൾ നമ്മൾ വളരെ അസ്വസ്ഥരായി പോകും. Whenever the word of God touches us and makes us uncomfortable, our response should be simply to submit to God. നമുക്ക് ഇഷ്ടമില്ലാത്ത മേഖലകളിലേക്ക് ദൈവവചനം വന്ന് നമ്മളെ തൊട്ട് ഉണർത്തുമ്പോൾ നമ്മൾ മത്സരിക്കരുത്, അതിന്റെ മുൻപിൽ നമ്മൾ അടിയറവ് പറയണം. It is at this point of time that the enemy would put negative thoughts in our mind against the people who are ministering God's word. ദൈവവചനം ഉള്ളതുപോലെ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നവരുടെ എതിരെ ശത്രുവായവൻ തിന്മയായും മത്സരമായും അവരുടെ എതിരെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ പാകും. Dear men and women of God, believe me this morning, the preacher, the messenger is not your enemy. ഈ സഭയിലെ ശുശ്രൂഷകൻ നിങ്ങളുടെ ശത്രുവല്ലെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. Believe me, dear brothers and sisters, he is not your enemy. നിങ്ങളുടെ ശത്രുവല്ല ഇവിടെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തി. His job is only to bring God's word to you. നിങ്ങളുടെ അടുക്കൽ ദൈവവചനം കൊണ്ടുവരിക എന്ന ദൗത്യമാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. It is the spirit of God that ministers the word of God to us. നമ്മളോട് ദൈവവചനം ഇടപെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. And our response to this word of God is to surrender our life. നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? ആ ദൈവവചനത്തിന്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. Here see, the enemy is attacking the word of God. ഇവിടെ എന്താ നാം വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദുഷ്ടൻ ദൈവവചനത്തെയാണ് ആക്രമിക്കുന്നത്. The Bible tells about this serpent as Lucifer, as Satan. ഈ സർപ്പത്തെ ലൂസിഫർ ആയിട്ടും പിശാചായിട്ടുമാണ് ദൈവവചനം ചിത്രീകരിക്കുന്നത്. We know about the fall of Satan. സാത്താന്റെ വീഴ്ചയെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായ തെളിവുകൾ, അറിവുകൾ നമ്മൾക്ക് നൽകുന്നു. Quickly let us read those verses in the Bible. യിശയ്യാവിന്റെ പുസ്തകത്തിലുള്ള ആ വചനങ്ങൾ ഒന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ കാണിക്കട്ടെ. The book of Isaiah chapter 14 verses 12 to 14 we can read. യിശയ്യാ 14-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യം. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്നു വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കു മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുളും, ഞാൻ മേഘോന്നതങ്ങൾക്കു മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. Madi, for you have said in your heart, നിന്റെ ഹൃദയത്തിൽ നീ പറഞ്ഞത്, I will ascend into heaven and I will exalt my throne above the stars of God. അത്യുന്നതന്റെ സിംഹാസനത്തിന്റെ മേളിൽ ഞാൻ എന്റെ സിംഹാസനത്തെ വെക്കും, ഞാൻ എന്നെ തന്നെ അത്യന്തം ഉയർത്തുമെന്നല്ലേ നീ പറഞ്ഞത്. In verse 14 it says, I will be like the most high. ഞാൻ അത്യുന്നതനെ പോലെയാകും എന്നല്ലേ പറഞ്ഞത്. So here the Bible tells us about the intention or the motive in the heart of Satan. സാത്താന്റെ ഉള്ളിൽ വന്ന ആ ഛേദോവികാരം, ആ ഉള്ളിലെ താല്പര്യം എന്താണ് ബൈബിൾ ഇവിടെ വെളിപ്പെടുത്തുക. We understand that Satan wanted to overrule or to bring down the lordship of God or the kingdom of God or the rulership of God. ദൈവത്തിന്റെ വാഴ്ചയെയും അവിടുത്തെ സിംഹാസനത്തെയും അട്ടിമറിക്കാനാണ് ദുഷ്ടൻ പദ്ധതിയിട്ടത്. He wanted to place himself higher than the most high God. അത്യുന്നതനെ മീതെ സിംഹാസനം വെച്ചിരിപ്പാൻ അവിടുന്ന് താല്പര്യപ്പെട്ടു. He says here in these verses 5 times the word I is used. ഞാൻ എന്ന പ്രയോഗം 5 തവണ നാം ഇവിടെ കാണുന്നു. So there was a rebellion in heaven, a rebellion against the rule of God. ദൈവത്തിന്റെ ഭരണത്തിനെതിരെയുള്ള ഒരു മത്സരമാണ് സ്വർഗത്തിൽ നടക്കുന്നത്. Against the set disciplines and rule of the most high God. അത്യുന്നതന്റെ ഭരണത്തിന്റെ ചിട്ടയും വ്യവസ്ഥയും അട്ടിമറിക്കുവാൻ ഇവിടെ ഒരു ദൂതൻ ശ്രമിക്കുകയാണ്. Probably Satan told in his heart, what God is doing is not right. ദൈവം ഇവിടെ നടത്തുന്ന ഭരണം ശരിയല്ലെന്ന് പിശാചുള്ളിൽ ചിന്തിച്ചു. The way that God is running this universe is not right. ഈ പ്രപഞ്ചത്തെ നടത്തുന്ന ആ നടത്തിപ്പിന്റെ രീതി അത്ര കൃത്യമല്ലെന്ന് പിശാച് പറഞ്ഞു കാണും. If I get an opportunity to rule the universe, then I will be able to do it much better than what God can do. ദൈവം ഈ പ്രപഞ്ചത്തെ ഭരിച്ചു വാണരുളുന്നതിനേക്കാൾ വളരെ ഭംഗിയായി ഞാനായിരുന്നെങ്കിൽ ഭരിച്ചേണമെന്ന് ഒരു സങ്കല്പം.
there was a rebellion in heaven. സ്വർഗത്തിൽ ഒരു മത്സരം ഉണ്ടാകുകയാണ്. Today I want to tell to the church, ദൈവസഭയോട് എനിക്ക് പറയാനുള്ളത്, rebellion is a very common phenomena that would rise in our heart inside a church. ഒരു സഭയ്ക്കുള്ളിൽ നമ്മുടെ ഉള്ളിൽ തലപൊക്കാൻ സാധ്യതയുള്ള ഒരു പ്രത്യേക പ്രതിഭാസമാണ് മത്സരം. Many churches are destroyed because of rebellion. ഇങ്ങനെയുള്ള മത്സരങ്ങൾ തലപൊക്കുന്നത് കൊണ്ട് സഭകൾ തന്നെ തകർന്നു പോകുകയാണ്. God's purposes and plans are frustrated because of the rebellion. ഇങ്ങനെയുള്ള മത്സരങ്ങൾ ആളുകളുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ദൈവിക പദ്ധതിക്ക് തന്നെ തടങ്കൽപ്പാരയാകുകയാണ്. It would not be out of place to tell you this morning that many a times the enemy brings rebellious thoughts in your hearts against the church and against the man of God. എനിക്ക് വളരെ ഉറപ്പുണ്ട്, ഇത് അസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. ദൈവസഭയ്ക്കെതിരെയും ദൈവവചനത്തിനെതിരെയും ദൈവിക ശുശ്രൂഷകർക്കെതിരെയും മത്സര മനോഭാവം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത് ദൈവമല്ല, അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. Now that is the point where you have to take a decision, submitting yourself to God, whether to receive those things or to refuse those ഈ things. മത്സര മനോഭാവം ഉള്ളിൽ പൊങ്ങി വരുമ്പോൾ അതിന് വിധേയപ്പെടണോ അതിനോട് എതിർത്ത് നിൽക്കണോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. Look around many churches in Kerala. കേരളത്തിലുള്ള സഭകളെ ഒന്ന് വീക്ഷിച്ചാലും How the churches have split. എങ്ങനെ സഭകൾ പിളർന്നു പോയത്, How conflicts have taken place in church. സഭകളിൽ വഴക്കുകൾ എങ്ങനെ സംഭവിക്കുന്നത്, How there were strife and cases. എങ്ങനെയാണ് കോടതി കേസുകൾ പോലുമുള്ള നിലയിൽ സഭകൾ അധപ്പതിച്ചു പോയത്, How people fight with each other, even some things we see in the social media. സോഷ്യൽ മീഡിയയിൽ പോലും വെളിപ്പെട്ടു പോകുന്ന നിലയിലുള്ള യുദ്ധങ്ങളും പോരിനുള്ള വിളികളും ആത്മിക കൂട്ടങ്ങളിൽ നാം കാണുന്നു. These are all the result of this rebellious thoughts, and the source of that rebellious thought is the enemy Satan. സാത്താന്റെ സ്വഭാവമായ മത്സരമാണ് ഇന്നുള്ള ആത്മിക സഭകളിൽ തലപൊക്കി വരുന്നത്. So when you understand the character of Satan, you will be in a more better position to fight against him. സാത്താന്റെ സ്വഭാവവും രീതിയും നാം ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞാൽ ആത്മിക യുദ്ധത്തിൽ സാത്താനെ ചെറുത്തു നിൽക്കുവാൻ നമുക്ക് കഴിയും. Here in heaven, a thought is probably coming into the heart of this angel, and he says in his heart that I will make my throne above the most high God. ദൈവം വാഴുന്ന സ്വർഗത്തിൽ തന്നെ ഇരിക്കുന്ന ഈ ദൂതന്റെ ഉള്ളിൽ വരുന്ന ചിന്തയാണ്, ദൈവസിംഹാസനത്തിന് മീതെ ഇരുന്ന് ഞാൻ വാഴും. I will exalt my throne above God. ദൈവത്തെക്കാൾ മുകളിൽ എനിക്കിരിക്കണം. He is declaring a rebellion against the rule of God in heaven. ദൈവ ഭരണത്തിനെതിരെ സ്വർഗത്തിൽ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. This is exactly what happens in chapter 3 of the book of Genesis. അത് തന്നെയാണ് ഉൽപ്പത്തി 3-ൽ നടക്കുന്നത്. God created Adam and Eve ദൈവം ആദാമിനെ ഹവ്വയും സൃഷ്ടിച്ചു and placed them in the garden of Eden. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ തോട്ടത്തിൽ അവരെ ദൈവമാക്കുകയാണ്. And God had fellowship with Adam and Eve. എന്നും ദൈവം നല്ല ഊഷ്മള കൂട്ടായ്മയിൽ അവിടുത്തെ ഈ ആദ്യ സൃഷ്ടികളോട് ഇടപെട്ടു. The presence of God was life to them. അവർക്ക് ജീവനായി ദൈവ സാന്നിധ്യം The വ്യാപരിച്ചു. presence of God was comfort to them. അവർക്ക് ആശ്വാസമായി ദൈവ സാന്നിധ്യം The വെളിപ്പെട്ടു. word of God gave life into them. ദൈവവചനം അവരിൽ ആത്മാവും ചൈതന്യവും പകർന്നു. Their fellowship with God made their life meaningful. അവരുടെ ജീവിതം അർത്ഥസമ്പുഷ്ടമായത് ആ ദൈവിക കൂട്ടായ്മയിലാണ്. In midst of that, Satan, very crafty and in a very cunning way, he wants to recruit Adam and Eve into his team. അതിന്റെ ഇടയിൽ വളരെ തന്ത്രശാലിയായി തന്റെ പദ്ധതികളെ ആസൂത്രണം ചെയ്തിരിക്കുന്ന നടപ്പാക്കുവാൻ ആദാമിനെയും ഹവ്വയും തന്റെ പക്ഷത്തിലേക്ക് കവർന്നെടുക്കുവാനുള്ള ശ്രമം നടത്തുകയാണ്. This morning, as you are sitting here, ഈ സഭയിൽ നിങ്ങൾ ഈ പ്രഭാതത്തിൽ ഇരിക്കുമ്പോൾ you need to ask this question to yourself. നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കണം. Is the enemy trying very craftily to recruit you in his team? തന്റെ പക്ഷത്താക്കി ദൈവപ്രവർത്തിക്കെതിരെ നമ്മളെ തിരിക്കുവാൻ ശത്രു ശ്രമിക്കുന്നുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ പരമാർത്ഥമായി ചോദിക്കണം. Dear brothers and sisters, God's church is God's plan and purpose on this earth. ഈ ഭൂമിയിലുള്ള ദൈവിക പദ്ധതിയും ദൈവിക കാര്യപരിപാടിയുമാണ് ദൈവസഭ.
Believe me that God will not do anything other than His church. സഭയെ വിട്ടൊന്നും ദൈവം ഈ ഭൂമിയിൽ ചെയ്യുകയില്ല. It is God's divine purpose to build His church on this earth. ഈ ഭൂമിയിൽ അവിടുത്തെ സഭയെ പണിയുക എന്നതുള്ള ദൈവത്തിന്റെ ഏകഖണ്ഡമായ ലക്ഷ്യമാണ്. It is the word of the Lord Himself when He said that I will build my church and the gates of Hades shall not prevail against it. ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. This morning as you sit here as a body of Christ, സഭയായ ഒരു ശരീരമായി നാം ഇന്ന് രാവിലെ ഇരിക്കുമ്പോൾ we need to believe in our heart നാം നമ്മുടെ ഹൃദയത്തിൽ നിർണയിക്കണം, that the gates of Hades shall not prevail against the church. പാതാള ഗോപുരങ്ങൾ ദൈവസഭയ്ക്കെതിരെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. How much cunning the enemy might be, ശത്രു എത്ര തന്ത്രശാലിയായാലും, how much crafty he might be, എത്ര തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും, you may think that he is powerful, ശക്തി ഉണ്ടെന്ന് നമ്മൾക്ക് തോന്നിയാലും, but the word of God says that he will not prevail. ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകിയാണ്, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. He will not prevail. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. Rise up and say that the enemy cannot prevail against the church. ദൈവസഭയ്ക്കെതിരെ ശത്രുവിന് ഒരു ജയവും സാധ്യമല്ലെന്ന് നാം എഴുന്നേറ്റ് പറയുക. Here in the book of Genesis chapter 3, ഉൽപ്പത്തി 3 അതല്ലേ നാം കാണേണ്ടത്. we see Satan recruiting Adam and Eve into his team. ദൈവം സൃഷ്ടിച്ച ആദാമിനെ ഹവ്വയെയും തന്റെ പക്ഷത്ത് ചേർക്കുന്ന ഒരു പദ്ധതി വെളിപ്പെടുത്തുകയാണ്. It was right for Adam and Eve to trust in God's word. ദൈവം പറഞ്ഞ വചനത്തെ അപ്പാടെ വിശ്വസിച്ചാൽ മതിയായിരുന്നു. It was right for Adam and Eve to find refuge under the shelter of God. ദൈവത്തിന്റെ നിഴലിൻ കീഴിൽ അഭയം തേടുന്നതായിരുന്നു ആദാമും ഹവ്വയും ചെയ്യേണ്ടിരുന്നത്. But rather than finding refuge under God's wings, they were allured by the scheme, by the offer of enemy. ദൈവവചനത്തിലും ദൈവ സ്വഭാവത്തിലും അഭയം തേടേണ്ടതിന് പകരം സാത്താന്റെ മോഹന വാഗ്ദാനങ്ങൾക്ക് ഇവർ അടിമപ്പെട്ടു പോയി. Even today the enemy comes to you with various offers. ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളുമായി ശത്രു നിങ്ങളെയും ഇന്ന് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. I want to tell you to the church this morning that this could be a prophetic word for some of you. ചിലരോടുള്ള ദൈവിക പ്രവചന ദൂതാണ് ഞാൻ വിളിച്ചു പറയുന്നത്. The enemy wants always to allure you. അവിടുത്തെ മോഹന വാഗ്ദാനങ്ങളിൽ കൂടി നിങ്ങളെ തന്റെ കൈക്കലാക്കി തന്റെ ആയുധമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. Whenever you listen to the voice of Satan, സാത്താന്റെ മന്ത്രിക്കുന്ന സംശയത്തിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുമ്പോൾ it is always tempting. അത് വളരെ It ആകർഷണീയമാണ്. is always catchy. അത് നമ്മളെ വളരെ പ്രലോഭിപ്പിക്കുകയാണ്. It can easily trap you. നമ്മളെ കുടുക്കിലാക്കും. But you check everything as per God's word. ദൈവവചനത്തോട് തട്ടിച്ച് ഓരോ കാര്യങ്ങളെയും പരിശോധിക്കുക. Sometimes it might be very difficult for us to understand everything. എല്ലാം നമുക്ക് മനസ്സിലായെന്ന് വരില്ല. So at such point of time, it is good to take advice of others. മറ്റുള്ളവരുടെ ദൈവം നമ്മുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന ആത്മിക നേതൃത്വത്തിന്റെ നിർദ്ദേശം നാം അന്വേഷിക്കണം. It is good to take the spiritual advice of the people or the person whom God has put over you. നമ്മുടെ മേൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആത്മിക നേതൃത്വത്തിന്റെ അടുത്ത് പോയി നമ്മുടെ വിഷയങ്ങളെ നാം തുറന്നു പറയണം. Probably Adam and Eve, I was thinking, could have waited for some time, and when God came in the evening, then they should have discussed this thing with God. ഈ മോഹന വാഗ്ദാനം അവരെ സമീപിച്ചു വന്നപ്പോൾ ആദാമും ഹവ്വയും ഒന്ന് നിർത്തി, ഒന്ന് സന്ധ്യയാകട്ടെ, ദൈവം വരുമ്പോൾ തന്നോട് ചോദിക്കാമെന്ന് ഒരു വീണ്ടു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ. See, at that time there was no church, അവിടെ ഒരു സഭയില്ല, there was no pastor, അവിടെ ഒരു ഇടയനില്ല. so they had direct fellowship with God. ദൈവത്തോട് നേരിട്ടുള്ള ഒരു സംസർഗത്തിലാണ്. So they could have discussed this thing with God when God came in the evening to have fellowship with them. വെയിലാറുമ്പോൾ കൂട്ടായ്മ ആചരിക്കുവാൻ ഒപ്പം നടക്കുവാൻ വരുന്ന ദൈവത്തോട് ഈ വിഷയം അവർക്ക് പങ്കുവെച്ച് പരിഹാരം കണ്ടെത്താമായിരുന്നു. Today what you will do? ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യും? Today, whenever there is doubt, whenever there is confusion, whenever there is some allurement from the enemy here,
നിങ്ങൾക്ക് സംശയമുണ്ടാകുകയാ, നിങ്ങളുടെ ഉള്ളിൽ പ്രലോഭനങ്ങളുമായി സാത്താൻ ദൈവവചനത്തിൽ നിന്നും ദൈവസഭയിൽ നിങ്ങളെ അകറ്റുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? You can take an appointment with your pastor. നിങ്ങളുടെ പാസ്റ്ററുടെ അടുത്ത് നിങ്ങൾ സമയം കണ്ടെത്തി സംസാരിക്കുവാൻ ഒരു നിമിഷം കണ്ടെത്തുക. You can either go to his house or you can call him to your house. നിങ്ങൾ തന്റെ ഭവനത്തിൽ പോകുകയോ നിങ്ങളുടെ ഭവനത്തിലേക്ക് തന്നെ ക്ഷണിക്കുകയോ ചെയ്യാം. You can discuss these things with him. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ തന്റെ മുൻപിൽ വെളിപ്പെടുത്താം. Because he is a man placed by God in a spiritual authority position, I believe that you will receive the right guidance. നിങ്ങൾക്ക് ശരിയായ നടത്തിപ്പ് ആ വിഷയത്തിൽ ലഭിക്കും. കാരണം ദൈവമല്ലേ നിങ്ങളെ ആ ആത്മിക നേതൃത്വത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നത്. Dear brothers and sisters, Adam and Eve decided the other way. ആദാമും ഹവ്വയ്ക്കും എന്താണ് പറ്റിയത്? അവരുടെ മേലുള്ള ആത്മിക അധികാരത്തോട് കാര്യങ്ങൾ മനസ്സിലാക്കി വിലയിരുത്താതെ അവർ മറ്റൊരു ദിക്കിലേക്ക് യാത്ര ചെയ്യുകയാണ്. They were seeing ahead of them the offers of the enemy. പിശാചിന്റെ പ്രലോഭനങ്ങൾ അവരെ മാടി വിളിക്കുകയാണ്. You will be like God. നിങ്ങൾ ദൈവത്തെ പോലെയാകും. If we are independent from God, then we will be blessed. നാം ദൈവത്തെ വിട്ട് നാം സ്വതന്ത്രരായാൽ നമ്മൾക്ക് എന്തോ അനുഗ്രഹം കിട്ടും. This morning, believe me, dear youngsters, you cannot have a successful life without God in your life. ദൈവത്തിന്റെ ഇടപെടലില്ലാതെ, ദൈവ സാന്നിധ്യമില്ലാതെ ചെറുപ്പക്കാരെ നിങ്ങളുടെ ജീവിതം വിജയമാകത്തില്ല. There might be many things in this world that allures us. നിങ്ങളെ വാഗ്ദാനങ്ങളിൽ കൂടി നിങ്ങളെ മോഹിപ്പിക്കുന്ന പലതും ഈ ലോകത്തുണ്ട്. There might be many things that gives you a better offer, which you may think it's a better offer. ഈ ലോകത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫറുമായിട്ട് ലോകത്തിൻ്റെതായ വ്യക്തികളും കാര്യങ്ങളും നിങ്ങളെ സമീപിച്ചെന്ന് വരും. When you look around you, you will see many walking on that path. ആ ഇരുട്ടിന്റെ വഴിയിൽ, ആ വിശാല വഴിയിൽ നടക്കുന്ന ഒത്തിരി പേരെ നിങ്ങൾ കാണും. But it will be better for you to trust in God and His word. ദൈവവചനത്തെയും അവിടുത്തെ വാഗ്ദത്തങ്ങളെയും ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് ശുഭമാകും. In this journey of life, as you travel ahead, you will understand the secret of what this means. ഞാൻ പറയുന്നതിന്റെ പൊരുൾ എന്താ എന്ന് ജീവിതയാത്രയിൽ മുന്നേറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. Dear brothers and sisters, man Adam and Eve was recruited into the team of the devil. സാത്താൻ തന്റെ പക്ഷത്തേക്ക് ഇവരെ കൂട്ടിച്ചേർക്കുകയാണ്, ആദാമിനെയും ഹവ്വയെയും വഞ്ചിക്കുകയാണ്. Now let us turn to Genesis chapter 3 verses 14 and 15. ഉൽപ്പത്തി 3:14-15 ഇതിന്റെ തുടർഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Somebody can read that. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതുകാൽ തകർക്കും. Verses 15 of chapter 3 3:15 is one of the most or the first prophecy about the coming of Lord Jesus. യേശു കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ആദ്യ പ്രവചനമാണ്, വാഗ്ദത്തമാണ് ഉൽപ്പത്തി 3:15. Here the Bible says that I will put enmity between you and the woman, and between your seed and her seed. He shall bruise your head, and you shall bruise his heel. ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും, അവൻ നിന്റെ തലയെ തകർക്കും, നീ അവന്റെ കുതുകാലെ വിട്ടും. Actually, this is indicative of the spiritual battle between God's people and Satan. സാത്താനും ദൈവജനത്തിനും തമ്മിലുള്ള ആത്മീയ യുദ്ധത്തിന്റെ തുടക്കമാണ്, ഒരു പൊരുളാണ് നാം ഇവിടെ കാണുന്നത്. Or this is indicative of the spiritual battle between the seed of the woman, that is Jesus Christ, and Satan. സ്ത്രീയുടെ സന്തതിയായ യേശുക്രിസ്തുവും സാത്താനുമെതിരെയുള്ള ആത്മീയ പോരാട്ടത്തിന്റെ ആ സൂചനയാണ് നാം ഇവിടെ കാണുന്നത്. Or this is indicative of the spiritual battle of good and evil. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഒരു സൂചനയാണ് നാം ഇവിടെ കാണുന്നത്. So God is not sitting silent. ദൈവം മൗനമായിരിക്കുകയല്ല. When the enemy is recruiting
Adam and Eve into his team to stand against God and his word. ദൈവത്തിനെതിരെയും ദൈവവചനത്തിനെതിരെയും മത്സരിക്കുവാൻ ആദാമിനെയും ഹവ്വയെയും കൂട്ടുചേർക്കുന്ന കക്ഷി ചേർക്കുന്ന പിശാചിന്റെ തന്ത്രം കണ്ട് ദൈവം നിർവിചാരിയായിരിക്കുകയല്ല. God is responding with a powerful prophetic word. ഒരു വലിയ വാഗ്ദത്തവുമായി ദൈവം അവിടെ ഇടപെടുകയാ. God is telling to Satan, ദൈവം സാത്താനോട് പറയുന്നത്, your victory is only temporary. നിന്റെ ജയം ഈ താൽക്കാലിക ജയം മാത്രമാണ്. Your victory is only temporary. ഈ താൽക്കാലികമായി ഇവരെ കൈക്കലാക്കിയുള്ളൂ. But see, the seed of woman is coming. ഈ സ്ത്രീയുടെ സന്തതി വരാൻ പോകുകയാ. He is going to crush your head. നിന്റെ തലയെ അവൻ തകർക്കാൻ പോകുകയാ. This is what we read in Romans, the key verse that we have read. ഇന്നത്തെ കുറിവാക്യമായ റോമാലേഖനം 16:20 നാം ഇതല്ലേ വായിച്ചത്. This is what we read in Hebrews chapter 2 verses 14 and 15. എബ്രായ ലേഖനം 2:14-15 ഇത് തന്നെയാണ് നാം വായിക്കുന്നത്. It tells that the seed of the woman in Christ Jesus, he will come on this earth. ആ സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തു ഈ ഭൂമിയിൽ കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ വെളിപ്പെടുമെന്നാണ് വാഗ്ദത്തം. He will destroy the works of Satan on the cross. ക്രൂശിൽ പിശാചിന്റെ പ്രവർത്തികളെ അവിടുന്ന് അഴിച്ചു കളഞ്ഞു. Now as we are discussing about spiritual battle, ആത്മീയ യുദ്ധത്തെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ we need to go into the Old Testament to understand more about the spiritual realm and the physical realm. ആത്മീയ യുദ്ധത്തെ കുറിച്ചും ആത്മീയ തലവും ഭൗമിക തലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ Now- പഴയ നിയമം വളരെ പ്രാധാന്യം Now അറിയിക്കുന്നു. there are two extremes to spiritual warfare. ആത്മീയ യുദ്ധത്തിന്റെ രണ്ട് എക്സ്ട്രീം ദിശകളുണ്ട്. One extreme is the type of thing that I said to you from those stories in the beginning, ഞാൻ ആദ്യം പറഞ്ഞ സംഭവ കഥകളാണ് ആത്മീയ യുദ്ധത്തിന്റെ ഒരു വൈകല്യ മുഖം. where people see Satan or demons in everything. എല്ലാത്തിലും പിശാചിനെ കാണുകയാണ്. If you start seeing demons in everything, then probably you will become mentally sick. തൊടുന്നതും പിടിക്കുന്നതും എല്ലാം പൈശാചികമാണ്, പോരാട്ടമാണെന്ന് പറഞ്ഞാൽ നമുക്കെന്തോ മാനസിക വിഭ്രാന്തി ഉണ്ടായി പോകും. And in spiritual life, many a times you can be put in a very bad situation if you do not understand the word of God properly. ദൈവവചനം ശരിയായി മനസ്സിലായില്ലെങ്കിൽ നാം വലിയ സമ്മർദ്ദത്തിലും ആത്മിക പരാജയത്തിലും. The other extreme is that you totally disbelieve demons or anything, the spiritual battle. മറ്റൊരു എക്സ്ട്രീമാണ്, മറ്റൊരു വൈകല്യമായ ആശയമാണ് ആത്മലോകം തന്നെ ഇല്ല, പിശാചില്ല, പിശാചിന്റെ പ്രവൃത്തി ഒട്ടുമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലം. So we have to strike a balance between both of these. ഇതിന്റെ നടുവിൽ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സമനില നാം കണ്ടെത്തണം. Sometimes when a person after being born again, he becomes too much spiritual. ചിലർ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അങ്ങ് ആത്മികത കൂടും. So even in every small things he will see demons. എല്ലാം നോക്കിയാൽ തനിക്ക് പിശാചിനെ കാണത്തുള്ളൂ. But in the present generation, we can see our children, they are become so much scientific and technology driven that they do not believe at all in all these പക്ഷേ things. ഇതിന്റെ നേരെ വിപരീത ദിശയിലുള്ള ഒരു വൈകല്യ ആശയമാണ്. പ്രത്യേകിച്ച് തലമുറകൾ യുക്തിപരമായും വളരെ സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ പിശാചില്ല, പൈശാചിക പ്രവർത്തനങ്ങൾ ഒന്നും ഇല്ലാത്തതുപോലെയുള്ള ഒരു യുക്തി സഹജമായ ചിന്താഗതി മാത്രമായി പോകുന്നു. Both these extremes are very dangerous. ഇത് വളരെ അപകടകരമായ രണ്ട് ധ്രുവങ്ങളാണ്. So we need to understand from the scriptures, is there really a spiritual realm that is impacting the physical realm? ഒരു ആത്മമണ്ഡലം ഭൗമിക മണ്ഡലത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് തിരുവെഴുത്തിൽ നിന്ന് നാം ശരിയായി മനസ്സിലാക്കണം. We need to believe that every man and woman, starting from Cain and Abel, they are born into the spiritual battlefield. ഈ ആത്മിക യുദ്ധത്തിലേക്കാണ് ആദ്യം ജനിച്ചു വീണ ഹാബേലും കൈനും ആരംഭിച്ചുള്ള എല്ലാ മനുഷ്യപ്രജയും ഇങ്ങനൊരു ആത്മിക യുദ്ധത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത്. We need to believe that you were born into this ഈ battlefield. യുദ്ധകളത്തിലേക്കാണ് നാം ജനിച്ചു വീണത്. We need to believe that every word of God, every covenant, every promise, every commandment, every teaching of the Bible is a battle, is a declaration of God in this battlefield. ഈ യുദ്ധക്കളത്തിലുള്ള ദൈവത്തിന്റെ പ്രഖ്യാപനങ്ങളായി ദൈവവചനത്തിന്റെ ഉടമ്പടികളും വാഗ്ദത്തങ്ങളും ഓരോ നിർദ്ദേശങ്ങളും നാം കാണണം. We need to understand that the entire Bible
is a spiritual warfare. ഈ വചനം മുഴുവനുമായി നാം ഒരു ആത്മീയ യുദ്ധക്കളമായി മനസ്സിലാക്കണം. Now when you go to Daniel chapter 10, let us read that. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വന്നാൽ Here we can see that this man of God Daniel, it says that in those days I Daniel was mourning 3 full weeks. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ 3 ആഴ്ച ദുഃഖത്തിലും പ്രാർത്ഥനയിലും നെടുവീർപ്പിലുമായ ദാനിയേൽ. So we understand that this man of God, this prophet of God, he was in fasting and in prayer before God. ദൈവം മുൻപിൽ പ്രാർത്ഥനയിലായിരുന്നു ദാനിയേൽ. Probably we do not understand or we do not know here exactly why he was in fasting and prayer. Could be because of the condition of Jerusalem, that he was burdened to sit in God's presence and to pray and to fast. ആത്മിക അവസ്ഥകളെ കണ്ട് യെരൂശലേമിന്റെ അവസ്ഥയെ മനസ്സിലാക്കി ദൈവിക വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കാം താൻ ഇപ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. Whatever be the situation or the circumstances behind this fasting and prayer, we understand that prayer and fasting is very critical, very important in spiritual battle. ഇതിന്റെ സാഹചര്യവും പശ്ചാത്തലവും എന്ത് തന്നെയായിരുന്നാലും ദൈവസഭ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രാർത്ഥനയും ഉപവാസവും ആത്മിക യുദ്ധത്തിൽ അതിപ്രധാനമാണ്. When you come to verse 10, it says like this. 10-ാം വാക്യത്തിൽ എന്താ നാം കാണുന്നത്? See, Daniel was praying in God's presence. ദൈവ സാന്നിധ്യത്തിൽ ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. And verse 10 says, suddenly a hand touched me, which made me tremble on my knees and on the palms of my hands. And he said to me, O Daniel, man greatly beloved, understand the words that I speak to you and stand upright, for I have now been sent to you. While he was speaking this word to me, I stood trembling. ഒരു കരം വന്ന് ദാനിയേലിനെ തൊട്ട് തന്നെ ബലപ്പെടുത്തുകയാ. ദൈവത്തിന് പ്രിയനായ ദാനിയേലേ, നീ എഴുന്നേറ്റ് നിൽക്കുക, ഞാൻ ഈ വചനം നിന്നോട് സംസാരിക്കാം. Then he says to me, do not fear, Daniel, for from the first day that you set your heart to understand and to humble yourself before your God, your words were heard and have come because of your words. ദാനിയേൽ, നീ പ്രാർത്ഥിച്ച ആദ്യ നിമിഷം തന്നെ നിനക്കുള്ള മറുപടി വന്നു. ആ മറുപടിയുമായി ഞാൻ വന്നിരിക്കുക. See, as we read the Bible, we get insights into the spiritual battle. ആത്മീയ യുദ്ധത്തെക്കുറിച്ച് വലിയ വെളിച്ചമാണ് ഈ ഭാഗങ്ങൾ നമുക്ക് തരുന്നത്. See, one of the way to destroy the enemy or to gain victory of the enemy is to humble ourselves. നമ്മൾ ശത്രുവിന്റെ മേൽ ജയം കൊള്ളണമെങ്കിൽ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മളെ തന്നെ താഴ്ത്തണം. If we say that oh, I am a reverend, I am an apostle, and what I speak it will happen, all those nonsense things, then we can clearly see that he is not a man of God. ഒരു മനുഷ്യൻ പറയുക, ഞാൻ അപ്പോസ്തോലനാണ്, ഞാൻ എന്ത് പറഞ്ഞാലും സംഭവിക്കും, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നെന്ന് പറഞ്ഞാൽ അവൻ അപ്പോസ്തോലനല്ല, അവൻ വ്യാജനാണ്, ദൈവം അവനോട് കൂടെയില്ല. Here this great man of God Daniel, it says that Daniel humbled himself before God to understand what was happening. ദൈവിക പദ്ധതികളെ മനസ്സിലാക്കുവാൻ ഈ ദൈവ മനുഷ്യൻ തന്നെ തന്നെ താഴ്ത്തുകയാണ്. And then it says that the day you started, or when Daniel humbled to God and when he prayed, the words of Daniel started echoing before the throne of God. ദാനിയേൽ തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ തന്റെ പ്രാർത്ഥനകൾ സ്വർഗ്ഗത്തിൽ മുഴങ്ങിക്കേട്ടു. And this angel says that I have been sent from heaven. I have been sent by God because of your words, Daniel. നിന്റെ പ്രാർത്ഥന നിമിത്തം മറുപടിയുമായി എന്നെ ആദ്യ ദിവസം തന്നെ അയച്ചു. Dear men and women of God, as I'm reading this scripture, ഈ വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരുമ്പോൾ I am greatly excited. ഞാൻ വളരെ കർത്താവിൽ സന്തോഷിക്കുകയാണ്. Imagine ordinary people like you and me. നിങ്ങളെ പോലെ എന്നെ പോലുള്ള സാധാരണ മനുഷ്യർ When we bend our knees, നാം മുട്ടുകുത്തുമ്പോൾ, when we humble ourselves, നാം before നമ്മളെ God, തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ, when we call unto the name of God, നാം നമ്മുടെ കരങ്ങളെ സ്വർഗ്ഗസിംഹാസനത്തിന് നേരെ ഉയർത്തുമ്പോൾ, when we tell to God, നാം ദൈവത്തോട് പറയുമ്പോൾ, Abba Father, it's not possible for me. അപ്പാ പിതാവേ, എന്നെ കൊണ്ട് ഇത് കഴിയുകയില്ല, Help me, Lord. എന്നെ സഹായിക്കണമേ, I am not able to understand. ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. The Bible says your words
words will start echoing before God's presence. ദൈവ സാന്നിധ്യത്തിലും സിംഹാസന മുൻപിൽ നമ്മുടെ പ്രാർത്ഥന ചെല്ലുകയാണ്. Imagine what is happening in heaven. സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്? God is calling an angel. ദൈവം ഒരു ദൂതനെ വിളിക്കുകയാണ്. God is telling that angel, ദൂതനോട് പറയുക, look, my servant Daniel, എന്റെ ദാസനായ ദാനിയേൽ, he is disturbed. അവൻ ഭാരപ്പെട്ടിരിക്കുക, He is in tears. അവൻ ഭാരത്തിൽ നെടുവീർപ്പിടുകയാണ്, He is praying. അവൻ പ്രാർത്ഥിക്കുകയാണ്. I am sending you to him with answer. ആ മറുപടിയുമായി ദൂതനെ ഞാൻ നിന്നെ അയക്കുകയാണ്. There will be an answer to your അതിനൊരു prayer. മറുപടി ഉണ്ട്. If you are a child of നീ ഒരു God, ദൈവ പൈതലാണെങ്കിൽ, if you are called by God, ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണെങ്കിൽ, there will be an answer from God. അതിന് സ്വർഗത്തിൽ നിന്ന് ഒരു മറുപടി ഉറപ്പാണ്. This morning, ഈ പ്രഭാതത്തിൽ the Spirit of God says prophetically, ആത്മാവിൽ ദൂതായി ഞാൻ പറയട്ടെ, every powers that stands against the church, സഭയ്ക്കെതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളും, when the church bend their knees, സഭ മുട്ടുകുത്തുമ്പോൾ, believe me, ഞാൻ പറയുന്നത് വിശ്വസിക്കുക, believe me, ഞാൻ പറയുന്നത് വിശ്വസിക്കുക, your voice will echo in heaven, നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ മുഴങ്ങും. and there will be an answer ഒരു മറുപടി ഉണ്ട്. in favor of church. ദൈവസഭയ്ക്ക് അനുകൂലമായി ദൈവം ഇടപെടുകയാണ്. There will be an answer ഒരു മറുപടി ഉറപ്പാണ്. in favor of church. ദൈവസഭയ്ക്ക് അനുകൂലമായി ദൈവം പ്രവർത്തിക്കുകയാണ്. There will be an answer ഒരു മറുപടി ഉറപ്പാണ്. in favor of your children. നിങ്ങളുടെ മക്കൾക്ക് അനുകൂലമായി There will be an answer ഒരു ഉത്തരം ഉറപ്പാണ്. for the problems that you face, നിങ്ങൾ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങൾക്ക് വേണ്ടി, because you have chosen to humble before God. ദൈവ മുൻപിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവാൻ നിങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ട്. And here verse 20 says, എന്താണ് 20-ാം വാക്യം പറയുന്നത്? then he said, do you know why I have come to you? ഞാൻ എന്തിനാ വന്നതെന്ന് അറിയാമോ? And now I must return to fight with the prince of Persia. പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ മടങ്ങിപ്പോകണം. And when I have gone forth, ഞാൻ പോയ ശേഷം indeed the prince of Greece will come. യവനായ പ്രഭു വരും. Here the angel is telling that he has to go back to fight with two princes. രണ്ട് പ്രഭുക്കളോട് യുദ്ധം ചെയ്യുവാൻ തനിക്ക് മടങ്ങിപ്പോണം. Probably the powers of darkness that are controlling the fates of the nations. രാജ്യങ്ങളുടെ ഭാവിയെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ പദ്ധതികളാണ് ഈ പ്രഭുക്കന്മാർ ആസൂത്രണം ചെയ്യുന്നത്. Dear men and women of God, everything is not very clear as we read these verses about the spiritual realm. ഈ ആകാശമണ്ഡലത്തിലെ ദുർശക്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര വ്യക്തമല്ല ഈ ഭാഗങ്ങളിലൊന്നും. But definitely we get a glimpse into it. അതിലെ ഒരു ചെറിയ ഒരു സൂചന നമുക്ക് കിട്ടുകയാണ്. We understand there is a spiritual realm and there is a physical ഒരു realm. ആത്മമണ്ഡലമുണ്ട്, ഒരു ഭൗമമണ്ഡലമുണ്ട്. And we understand that when you pray here on earth, നാം ഈ ഭൂമിയിൽ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ, from the ends of the earth when you cry, ഭൂമിയുടെ അറ്റത്തു നിലവിളിക്കുമ്പോൾ, your prayer will reach God. സ്വർഗത്തിൽ ദൈവ സിംഹാസനത്തിൽ പ്രാർത്ഥന മുഴങ്ങുകയാ. When David faced his enemies, ദാവീദ് തന്റെ ശത്രുക്കളെ നേരിട്ടപ്പോൾ, do you know what David said? ദാവീദ് എന്താ പറഞ്ഞത്? Evening and morning and noon, രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും I will cry out to you, O God. എന്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ നിന്നോട് കരയും. I will call to my God, എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിക്കും. and my God will save me. എന്റെ ദൈവം എന്നെ രക്ഷിക്കും. This is spiritual battle. ഇതാണ് ആത്മീയ യുദ്ധം. You cannot do anything. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. You feel that you are not capable. നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയില്ലെന്ന് നിങ്ങൾക്ക് You മനസ്സിലാകും. feel that you are weak. നിങ്ങൾ ബലഹീനനാണെന്ന് തോന്നുന്നു. But when you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ heaven moves in favor of you. സ്വർഗം ചലിക്കുകയാണ്. So the Bible clearly tells about a battlefield. ഒരു യുദ്ധമുണ്ട്, ഒരു യുദ്ധക്കലമുണ്ട്. The Bible clearly tells about spiritual warfare. ആത്മീയ യുദ്ധത്തെ കുറിച്ച് ബൈബിൾ സവിസ്തരം പറയുകയാണ്. The Bible clearly tells that there is a spiritual realm and there is a physical realm. ഒരു ആത്മമണ്ഡലമുണ്ട്, ഒരു ഭൗമമണ്ഡലമുണ്ട്. So this morning you need not to be at both the extremes. ഈ രണ്ട് അറ്റങ്ങൾ ധ്രുവങ്ങളിൽ നാം ആയി പോകരുത്. If you start seeing demons everywhere, then you will fail. എല്ലായിടത്തും പിശാചിനെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ പ്രശ്നത്തിലാകും. If you are too much scientific and technology driven that you stop believing in the spiritual truth,
then also you will fail. ഒരു യുക്തിവാദിയെ പോലെ കൃത്രിപ്പുകാരനെ പോലെ ഇതൊന്നുമില്ലെന്ന് നിങ്ങൾ സംശയിച്ചാലും നിങ്ങൾ പരാജയപ്പെട്ടു പോകും. Devil likes both these ഈ extremes. രണ്ട് ധ്രുവങ്ങളും പിശാചിന് ഇഷ്ടമാണ്. So if you are in both these extremes, you probably are helping Satan. സാത്താനെ നിങ്ങൾ സഹായിക്കുകയാണ് ഈ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട്. So we need to understand the spiritual truths from what is written in the scriptures. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിന്നുള്ള ആത്മീക സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. When you run your eyes through the pages of the Bible, the Holy Spirit will lead you into that. ദൈവവചനത്തിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിലേക്ക് നയിക്കും. Now the third thing that I want to tell you is this. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, Christ is the man of war. യുദ്ധവീരൻ ക്രിസ്തുവാണ്. Christ is the center of war. ഈ യുദ്ധത്തിന്റെ നായകൻ ക്രിസ്തുവാണ്. Without Christ you are zero. ഈ ക്രിസ്തുവില്ലാതെ യുദ്ധം പരാജയമാണ്. Without Christ you cannot gain victory over the enemy. ഈ ആത്മീയ യുദ്ധത്തിൽ ജയം കൈവരിക്കണമെങ്കിൽ ക്രിസ്തു എന്ന നായകൻ അനിവാര്യമാണ്. I told you in Genesis 3 verses 15, God is prophesying. 3:15 ദൈവം ദൂത് പറയുകയാ. God is looking at the future events. ഭാവിയിൽ നടക്കാൻ പോകുന്നത് അക്കമിട്ട് പറയുകയാ. Though Adam and Eve was recruited by the devil in his team, താൽക്കാലികമായി ആദാമിനെയും ഹവ്വയെയും പിശാച് കൈക്കലാക്കിയെങ്കിൽ God is telling that your victory is temporary. പിശാച് നിന്റെ ജയം താൽക്കാലികമാണ്. God is telling that the seed of woman is coming. സ്ത്രീയുടെ സന്തതി വരാൻ പോകുകയാണെന്ന് പറയുകയാ. And Satan in God's appointed time, the Son of God will descend on this earth. സാത്താനെ തകർക്കുവാൻ നിയമിക്കപ്പെട്ട സമയത്ത് ദൈവപുത്രൻ പ്രത്യക്ഷനാകും. His intention is to crush your head. നിന്റെ തലയെ തകർക്കുന്നതാണ് അവന്റെ പദ്ധതി. And what we see through the birth, through the life, and through the resurrection of Jesus is destroying Satan. ഈ യേശുവിന്റെ ജനനത്തിലും ജീവിതത്തിലും ശുശ്രൂഷയിലും മരണത്തിലും പുനരുത്ഥാനത്തിലും എന്താണ് നാം കാണുന്നത്? സാത്താന്റെ പ്രവർത്തികളെ തകർക്കുകയാണ്. Somebody with me, please turn to Colossians. കൊലോസ്യ ലേഖനത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ തിരിക്കണമേ. Chapter 2 verses 14 and 15. കൊലോസ്യർ 2:14-15 വാക്യങ്ങൾ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. The Bible says that Jesus Christ, the Son of God, ദൈവവചനം എന്താ പറയുന്നത്? യേശു ക്രിസ്തു ദൈവപുത്രനായവൻ, the seed of the woman, സ്ത്രീയുടെ സന്തതിയായവൻ, he came on this earth. അവൻ ഈ ഭൂമിയിൽ വന്ന് Through his birth, through his life, through his death on the cross, അവിടുത്തെ ജനനം, ജീവിതം, മരണത്തിൽ കൂടി, and through his resurrection, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി what he has accomplished. എന്താണ് താൻ നേടിയെടുത്തത്? The Bible says, ദൈവവചനം ഇങ്ങനെ പറയുന്നു, having wiped out the handwriting of requirements that was against us, നമുക്കെതിരെ നിന്ന് പ്രതികൂലമായിരുന്ന കൈയെഴുത്തിനെ താൻ നീക്കിക്കളഞ്ഞ്, which was contrary to us, നമുക്ക് എതിരെയും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് he took it out of the way അത് നടുവിൽ നിന്ന് നീക്കി and nailed it to the cross. അത് ക്രൂശിൽ തറച്ചു. Having disarmed, താൻ എന്താ ചെയ്തത്? having disarmed principalities and powers, എന്ത് ചെയ്തു കർത്താവ്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് he made a public spectacle of them, triumphing over them in it. അവരെ പരസ്യ കോലമാക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. What a victory! എന്തൊരു ജയം! The seed of the woman സ്ത്രീയുടെ സന്തതി descended on this earth, ഈ ഭൂമിയിൽ വന്ന്, descended on this earth ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് to crush the head of Satan. പിശാചിന്റെ തലയെ തകർത്ത് God said to Satan, ദൈവം എന്താണ് ഇവിടെ പറയുന്നത്? your victory is temporary. നിന്റെ ജയം താൽക്കാലികമാ. A day is coming ഒരു ദിവസം വരുന്നു when my son will come. എന്റെ പുത്രൻ വന്ന് He will live on this earth. അവൻ ഈ ഭൂമിയിൽ ജീവിച്ച് On the cross, ക്രൂശിന്മേൽ he will crush your head. നിന്റെ തലയെ തകർക്കുകയാ. He will disarm you. നിന്നെ പരസ്യമായി ആയുധവർഗം വെപ്പിച്ച് He will make you powerless. നിന്നെ ശക്തിരഹിതമാക്കി He will redeem humanity. ഈ മനുഷ്യകുലത്തെ നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. This morning, ഈ പ്രഭാതത്തിൽ the Spirit of God wants to speak to you. ആത്മാവ് ശക്തിയോടെ സംസാരിക്കുന്നത്. When you believed in the gospel, ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ, when you believed in the gospel, യേശുവിന്റെ സുവിശേഷത്തെ ഏറ്റെടുക്കുമ്പോൾ, Jesus entered the house of the strong man. ഈ ബലവാന്റെ വീട്ടിൽ യേശു കയറി He plundered his house. ആ ബലവാന്റെ കോപ്പിനെ കവർന്നെടുത്തു.
held you by his hand ആ നമ്മുടെ കൈക്ക് അവിടുന്ന് പിടിച്ച് and transformed you ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് കോരിയെടുത്ത് from the kingdom of darkness ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നെടുത്ത് to the kingdom of light. ഈ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ ജയശാലിയായ ക്രിസ്തു നിങ്ങളെ മാറ്റിയെടുത്തു. He made Satan powerless. സാത്താന്റെ ശക്തിയെ ആയുധവർഗം വെപ്പിച്ചു. Witchcraft cannot have power over you. ഒരു മന്ത്രവാദത്തിനും നിന്റെ മേൽ അധികാരമില്ല. Astrology cannot have power ഒരു over you. ദുർമന്ത്രവാദിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. Palmistry cannot have power over ഒരു you. കൈനോട്ടത്തിനും നിന്റെ ഭാവിയെ തീരുമാനിക്കാൻ കഴിയത്തില്ല. No curse can have power over you. ഒരു ശാപത്തിനും നിന്റെ മേൽ അധികാരമില്ല. Because he has transformed ആ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് നിന്നെ മാറ്റിയെടുത്തതുകൊണ്ട് from the power of darkness to the kingdom of his son Jesus. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നിന്നെ മാറ്റിയെടുത്തതുകൊണ്ട് ശത്രുവിന് നിന്റെ മേൽ അവകാശമില്ല. Praise the Lord. ഹല്ലേലൂയ, Praise the Lord. ഹല്ലേലൂയ. Do not be afraid of witchcraft. ഒരു മന്ത്രവാദത്തെയും ഭയപ്പെടേണ്ട. Do not be afraid of astrology. ഒരു തരത്തിലുള്ള ലക്ഷണ വിദ്യയും ഭയപ്പെടേണ്ട. Do not say that this is good day, this is bad day. ഇത് നല്ല ദിവസമാണ്, ഇത് ദുഷ്ട ദിവസമാണെന്ന് പറയരുത്. Do not say that this time is good, that time is bad. ഇത് നല്ല സമയമാണ്, ഇത് സമയകാലദോഷമാണെന്ന് പറയരുത്. Because the Son of God has redeemed you. പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കി. Because Jesus has redeemed you. യേശു നിങ്ങളെ വിടുവിച്ചു. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Jesus Christ is the man of war. ഈ യുദ്ധവീരൻ യേശു കർത്താവാണ്. On the cross, ക്രൂശിന്മേൽ he redeemed you from the power of darkness. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചു. Delivered you from death. മരണത്തിൽ നിന്ന് വിടുവിച്ചു. And so that you could inherit eternal life. നിത്യജീവന്റെ ഓഹരിക്കാരനായി നിന്നെ മാറ്റുവാൻ വേണ്ടി. Now let us come to the next point. അവസാനമായി ഞാൻ മുന്നോട്ട് പോട്ടെ. How you can apply this practically in your life. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രായോഗികമാക്കാം? Spiritual warfare today. ഇന്ന് ആത്മീയ യുദ്ധം എങ്ങനെയാണ് നാം ചെയ്യുന്നത്? If we fail to apply this spiritual victory practically in our life, then probably we may fail. നമ്മൾ ഇത് പ്രായോഗിക ജീവിതത്തിൽ ഏറ്റെടുത്തില്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും നാം തോറ്റുപോകും. See, remember that Jesus Christ made devil powerless. കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേൽ പിശാചിനെ ശക്തിരഹിതമാക്കി. But he is not destroyed. പക്ഷെ അവൻ പൂർണ്ണമായി നശിച്ചു പോയില്ല. There are many verses in the New Testament that indicate that the devil is able to create some problems for you. പിശാച് നമുക്കെതിരെ പ്രവർത്തിക്കുവാൻ ഇന്നും സജ്ജമായി തന്റെ പ്രവൃത്തിയിൽ തുടരുകയാണെന്ന് പറയുന്ന പല വാക്യങ്ങളുണ്ട്. In 1 Thessalonians chapter 2 verse 18, Apostle Paul says that Satan interfered in their lives. നോക്കിയേ, 1 തെസ്സലോനിക്കർ 2:17-18 പറയുന്നത്. Somebody can read it fast. സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ, 1-2 പ്രാവശ്യം വിചാരിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. If you see here, it says that Satan hindered the plans of Apostle Paul. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷ വേലയിൽ മുന്നേറുവാൻ സമർപ്പിച്ചിറങ്ങിയപ്പോൾ ഒന്നിലധികം തവണ വരാൻ ആഗ്രഹിച്ചിട്ടും സാത്താൻ വഴിയെ തടുത്തു. If you read 2 Corinthians, 2 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ it is written there അവിടെ എഴുതിയിട്ടുണ്ട് that Satan schemes or yes designs against the church. സഭയ്ക്കെതിരെ സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. In Revelation chapter 2 verse 10, it is written that he put some in the prison. വെളിപ്പാട് 2:10 സാത്താൻ നിങ്ങളെ ചിലരെ 10 ദിവസം തടവിലാക്കാൻ പോകുകയാന്ന് പറയുന്നുണ്ട്. So we can understand that to some measure the enemy is able to bring harm to you. ഇന്നും തകർക്കപ്പെട്ട ക്രൂശിൽ ശക്തിരഹിതനായി തീർന്ന പിശാചിന് ദൈവമക്കളെയും ദൈവസഭയെയും അസ്വസ്ഥപ്പെടുത്തുവാൻ കഴിയും. Secondly,
how Satan works. എങ്ങനെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്? He works through false teachings. ദുരുപദേശങ്ങളിൽ കൂടിയാണ് സാത്താൻ പ്രാഥമികമായി പ്രവർത്തിക്കുന്നത്. False teaching is a very powerful weapon that the enemy used to deceive the elect. നൂറ്റാണ്ടുകളായി ദൈവത്തിന്റെ വൃദ്ധന്മാരെ പോലും കഴിയുമെങ്കിൽ തെറ്റിക്കുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന വഞ്ചനാത്മകമായ തന്ത്രമാണ് ദുരുപദേശം. Satan keeps us from believing the truth. ദൈവത്തിന്റെ സത്യത്തെ ഏറ്റെടുക്കുന്നതിൽ നിന്ന് പിശാച് നമ്മളെ പിന്തിരിപ്പിക്കും. As long as he can deceive us, cheat us, he will win. എത്രമാത്രം സാത്താന് ദുരുപദേശത്തിൽ നമ്മളെ തളച്ചിടാൻ കഴിയും അത്രമാത്രം സാത്താൻ വിജയിച്ചു. So the first thing is that the enemy can hinder us and bring some measure of harm to us. സാത്താൻ നമ്മുടെ വഴിയെ തടയാം. പല തടസ്സങ്ങളും പോരാട്ടങ്ങളും ജീവിതത്തിൽ അസ്വസ്ഥകരമായ സാഹചര്യങ്ങളെ നമുക്കെതിരെ വിട്ടയക്കാം. The second thing is that the enemy can use false teachings inside the church to deceive us and to make us go astray. ദൈവവചനത്തിൽ നിന്നും പ്രമാണത്തിൽ നിന്നും ദൈവസഭയിൽ നിന്നും നമ്മളെ അകറ്റുവാൻ ദുരുപദേശങ്ങളിൽ നമ്മളെ പെടുത്തുവാൻ സാത്താൻ വളരെ പരിശ്രമിക്കുന്നു. And the third and the most important thing is that Satan can tempt us or trap us to commit sin. പാപത്തിൽ നമ്മളെ അകപ്പെടുത്തി പ്രലോഭനങ്ങളിൽ കൂടി നമ്മളെ വീഴ്ത്തുന്നതാണ് സാത്താന്റെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ തന്ത്രം. So the Bible constantly gives us teaching to fight against these schemes of the enemy. സാത്താന്റെ ഈ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ വചനം വളരെ കാര്യമായി നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. Let us read speedily some verses in the Bible. വചനത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Chapter 4 verses 17 onwards. എഫെസ്യ ലേഖനം 4:17 മുതൽ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. So rather than reading all those things because time is running up, I would just bring fast the summary of that message. ആ ഭാഗങ്ങളിലെ ഒരു രത്നച്ചുരുക്കം ഞാൻ പറയട്ടെ. Here Apostle Paul, he is telling to the church, ദൈവസഭയോട് എന്താ പൗലോസ് പറയുന്നത്? we should not walk as the rest of the Gentiles walk in the futility of their mind. ജാതികൾ വ്യർത്ഥബുദ്ധിയിൽ നടക്കുന്നത് പോലെ ദൈവമക്കൾ നടക്കരുത്. He says that we should put off concerning your former conduct. ആ നേരത്തെയുള്ള നടപ്പിനെ നാം വിട്ടൊഴിയണം. And he says that we must put on the new man which was created according to God. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കണം. In true righteousness and holiness. നീതിയിലും വിശുദ്ധിയിലും പുതുതായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ധരിക്കണം. A lot of other things that he tells about our relationship in the marriage, children and parents relationship, born servants and masters, all these things he elaborates here to understand what real spiritual battlefield ആത്മീയ യുദ്ധം എന്താണ് മനസ്സിലാക്കാൻ മണ്ഡലതനെ ഒഴിഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ച് കുടുംബത്തിൽ മക്കളോടുള്ള ബന്ധത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ പുതു മനുഷ്യനെ ധരിച്ച് ജീവിക്കുവാനുള്ള പ്രബോധനത്തിൽ കൂടി ആത്മീയ യുദ്ധം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ്. He finally comes as a culmination of these things. When he tells about the whole armor of God, he makes it very clear that we do not wrestle against flesh and blood. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമായി 6:11 മുതൽ നാം കാണുന്നത് എന്താ? നമ്മൾ പോരാടുന്ന ജഡരക്തങ്ങളോടല്ല, but against the principalities, against the powers, against the rulers, the darkness of this age, against spiritual hosts of wickedness in the heavenly places. ആരോടാണ് നമ്മുടെ യുദ്ധം? വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകളോടുമാണ്. And then he encourages the church to put on the whole armor of God. ദൈവത്തിന്റെ സർവായുധവർഗം ധരിപ്പാൻ താൻ ദൈവസഭയെ പ്രബോധിപ്പിക്കുക. Dear men and women of God, spiritual battle or spiritual warfare in Christian life is very normal, a routine, everyday thing. ക്രിസ്തുവിന്റെ ശിഷ്യരായ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ യുദ്ധം സർവ്വസാധാരണമാണ്, ജീവിതചര്യയുടെ ഭാഗമാണ്. We are fighting against the forces of darkness in the heavenly places. ഈ ആകാശ മണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേനകളോടാണ് നാം പോരാടുന്നത്. In Christ Jesus, God has already given us power or authority over these forces. ക്രിസ്തുവിൽ ഇതിനുമേൽ അധികാരവും ജയവും നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. And then he tells what are these armors of God that we need to put
put in order to gain victory. ഈ ജയം കൈവരിക്കുവാൻ എന്താണ് സർവായുധ വർഗമായി നാം ധരിക്കേണ്ടതെന്ന് ഈ ഭാഗത്ത് താൻ പറയുകയാണ്. These are very simple things, and in a simple way we can understand. ഇത് വളരെ പ്രായോഗികവും വളരെ ലളിതമായ കാര്യങ്ങളാണ്. There should be truth in us. നമ്മൾ സത്യം കാണണം. We should be righteous people. നമ്മളിൽ നീതി വെളിപ്പെടണം. We should always be prepared with the gospel of peace. എപ്പോഴും സമാധാന സുവിശേഷവുമായി ഒരുക്കത്തിലായിരിക്കണം. We should put on faith. We should put on the shield of ആ faith. വിശ്വാസം എന്ന പരിച നാം ധരിക്കണം. The helmet of salvation. രക്ഷയുടെ ശിരസ്ത്രം അണിയണം. And finally, the sword of the Spirit, which is the word of God. ആത്മാവിന്റെ വാളായ ദൈവവചനം കയ്യിലേന്തണം. And then in verse 18 it says, praying always with all prayer and supplication in the Spirit. ആത്മാവിൽ എല്ലായ്പ്പോഴും പ്രാർത്ഥനയിലും യാചനയിലും നാം ദൈവമുഖം അന്വേഷിക്കണം. So these are the armors of God. We understand it in very simple way, that we have to put on truth. We have to be righteous, that we should put on the helmet of salvation, that we should put on the shield of faith, prayer, word of God. These are the things with which we wage war against the enemy. പിശാചിനോട് നാം യുദ്ധം ചെയ്യുന്നത് ഈ ഒരു പുതിയ മനുഷ്യനെ ധരിച്ച ദൈവാനുരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം സത്യവും നീതിയും ദൈവ സുവിശേഷവും രക്ഷയും ഒക്കെ ഏന്തി പ്രാർത്ഥനയാലും വചനത്താലുമാണ് ഈ യുദ്ധത്തിൽ So മുന്നേറുന്നത്. believe me, when you are listening to the word of God, you are waging a spiritual നാം battle. വചനം കേൾക്കുമ്പോഴും ആത്മീയ യുദ്ധത്തിലാണ്. When you are preaching the word of God, you are in a spiritual നാം വചനം battle. പ്രസംഗിക്കുമ്പോൾ ആത്മീയ യുദ്ധത്തിലാണ്. When you are reading the word of God, you are in a spiritual warfare. ദൈവവചനം വായിക്കുമ്പോൾ നാം ആത്മീയ യുദ്ധത്തിലാണ്. When you are praying, you are in a spiritual നമ്മൾ warfare. പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ യുദ്ധത്തിലാണ്. When you show integrity in your job, in your profession, in your business, you are in a spiritual warfare. നമ്മുടെ ജോലി മേഖലയിൽ നമ്മളെ ആക്കിയിരിക്കുന്ന ഭൗതിക മണ്ഡലങ്ങളിൽ നാം വിശ്വസ്തരായി നിൽക്കുമ്പോൾ ആത്മീയ യുദ്ധമാണ്. When you do what is righteous, then you are in a spiritual warfare. നീതിക്ക് വേണ്ടി നീതിയോടെ നാം പ്രവർത്തിക്കുമ്പോൾ നാം ആത്മീയ യുദ്ധം ചെയ്യുകയാണ്. When you hold on to the promises of God and His word, you are putting faith in the word of God, you are in a spiritual warfare. ദൈവവചനത്തോടും ദൈവീയ വാഗ്ദത്തങ്ങളോടും വിശ്വാസം പുലർത്തി അതിൽ വിശ്വാസം അർപ്പിച്ച് മുന്നേറുമ്പോൾ നാം ആത്മീയ യുദ്ധത്തിലാണ്. When you bend your knees in prayer, you are in a spiritual warfare. പ്രാർത്ഥനയിൽ മുട്ടുകുത്തുമ്പോൾ നാം ആത്മീയ യുദ്ധത്തിലാണ്. Dear brothers and sisters, ദൈവദാസീദാസന്മാരെ, Jesus crushed the head of Satan on the cross. യേശു ക്രൂശിൽ സാത്താന്റെ തലയെ തകർത്തു. And we can continue to live in that victory. ആ ജയം നമുക്ക് എന്നും അനുഭവിക്കാം. It is a normal Christian life. അതാണ് വളരെ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം. In everything that you are supposed to do as a Christian, നമ്മൾ ക്രിസ്ത്യാനിയായി ദൈവവൈദ്യലായി ചെയ്യേണ്ടത് ഇതാണ്. what we are supposed normally as a Christian to do is to read Bible, pray and listen to God's word, be righteous, be men and women of integrity. This is how we wage war against Satan. പ്രത്യേക എന്തെങ്കിലും കാര്യപരിപാടികൾ ചെയ്തല്ല ആത്മീയ യുദ്ധം നമ്മൾ പോരാടുന്നത്. സാധാരണമെന്ന് തോന്നുന്ന വചനധ്യാനം, പ്രാർത്ഥന, കൂട്ടായ്മ, വചന കേൾവി, ഈ സാധാരണ ആത്മീയ ശിക്ഷണം അല്ലെ ആത്മീയ സ്വഭാവങ്ങളിൽ കൂടിയാണ് ആത്മീയ യുദ്ധം നാം ജയിക്കുന്നത്. If I stand here on the pulpit and I say I bind the demons and rebuke them and cast them out, nothing will happen. ഞാൻ ഈ പുൽപിറ്റിൽ നിന്ന് ഞാൻ സാത്താനെ കെട്ടുവാണ്, ബന്ധിക്കുകയാണ്, ശാസിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കില്ല. Jesus the strong man has already entered the house. ഈ ബലവാന്റെ വീട്ടിൽ യേശു എന്ന ജയവീരൻ കയറി കഴിഞ്ഞു. He has bound the strong man ആ ബലവാനെ കെട്ടിയിട്ടു, and has plundered the ആ house. കോപ്പ് കവർന്നു. Now he has given that victory to us. ആ ജയം ദൈവം നമുക്ക് തന്നിരിക്കുക. There is no need of binding again. വീണ്ടും കെട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. Rather, we have to wage the spiritual warfare by following the principles of God's word. ദൈവവചനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് ആത്മീയ യുദ്ധം ജയകരമായി നടക്കുന്നത്. Without living the normal Christian life, if we go on binding Satan, nothing is going to happen. നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഈ അടിസ്ഥാനപരമായ മൂല്യങ്ങളില്ലാതെ എന്തൊക്കെ കെട്ടാനും അടിക്കാനും പോയാലും ഒന്നും നടക്കില്ല. But when we trust God's word, depend upon Him and live a life according to God's word, we will definitely, the Spirit of God will give us victory. ഈ വചനങ്ങൾ നാം പഠിക്കുന്ന, കേൾക്കുന്ന, പ്രായോഗികമാക്കിയ വചനങ്ങളെ ജീവിതത്തിൽ നാം കൈവരിച്ചാൽ, അതിൽ ജീവിച്ചാൽ നാം ജയത്തിൽ നടക്കും. May God bless us with ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.